എനിക്ക് ഭ്രാന്താണെന്ന് ചിന്തിക്കുന്നത് സിദ്ധു മാത്രമല്ല, ഈ വീട്ടിലെ എല്ലാവരും അങ്ങനെ തന്നെയാ കരുതുന്ന സിദ്ധു. നന്ദനും ദേവികയും കല്യാണം കഴിഞ്ഞവരാ. അവർക്കാണെങ്കിൽ പരസ്പരം അങ്ങേയറ്റത്തെ ഇഷ്ടവും. എന്നിട്ടും ഞാൻ അവരെ തമ്മിൽ അകറ്റാൻ ശ്രമിക്കുന്നു. വട്ടെന്നല്ലാതെ ഞാൻ എന്താ പറയുക? ഞാനങ്ങ് ഇല്ലാതായി പോയെങ്കിലെന്നും പലരും ആഗ്രഹിക്കുന്നുണ്ടാവും. ഞാൻ സിദ്ധുവിനെ കുറിച്ചല്ല പറഞ്ഞത്, പൊതുവെയുള്ള ചിന്തകളെ സൂചിപ്പിച്ചതാ. ദേവിക എന്റെ നന്ദന്റെ ഭാര്യയായി അംഗീകരിക്കാൻ എനിക്ക് കുറച്ച് സമയം വേണം. ഇതുപോലെ വീട്ടുകാർ അംഗീകരിക്കാതെ എത്രയോ കല്യാണങ്ങൾ നടന്നിട്ടുണ്ട്. പക്ഷെ കല്യാണം കഴിഞ്ഞ് കുറേ ദിവസമാകുമ്പോ വീട്ടുകാർക്ക് ദേഷ്യം കുറഞ്ഞു തുടങ്ങും. മാത്രമല്ല, പിന്നീട് വലിയ ഇഷ്ടമാവുകയും ചെയ്യും. പറയാൻ പറ്റില്ല, ചിലപ്പോ എന്റെ മനസ്സും മാറുമായിരിക്കും. ഇപ്പൊ മെഡിറ്റേഷനും പ്രാർത്ഥനയ്ക്കും ഒക്കെ ഞാൻ കൂടുതൽ സമയം കണ്ടെത്തുന്നുണ്ട്. പിന്നെ ഒരു പ്രധാനപ്പെട്ട ചടങ്ങ് ഇന്നിവിടെ നടക്കാൻ പോവാ. ബ്രഹ്മദത്തൻ തിരുമേനി വരുന്നുണ്ട് ഇന്നിവിടെ. അതെ, സിദ്ധുവിന്റെ ആത്മീയ ഗുരു ബ്രഹ്മദത്തൻ തിരുമേനി നമ്മുടെ കുടുംബത്തിന്റെ നന്മയ്ക്ക് വേണ്ടി പൂജ നടത്താൻ വരുന്നു. എന്റെ മനസ്സ് മാറ്റാൻ കൂടിയാവും ചിലപ്പോ തിരുമേനിയുടെ ഈ വരവ്. നമുക്ക് പൂജയ്ക്ക് വേണ്ടി ഒരുങ്ങാം സിദ്ധു. എന്താ ഇങ്ങനെ ആലോചിക്കുന്നേ? 2 ദിവസം ആശുപത്രിയില്ല, വല്ലാതെ ബുദ്ധിമുട്ടിയല്ലേ? നന്ദു എത്രാമത്തെ പ്രാവശ്യം ഇത് ചോദിക്കുന്നേ? എന്നോടുള്ള ഇഷ്ടം കൊണ്ടാ ചോദിക്കുന്നതെന്ന് എനിക്കറിയാം. ഞാൻ ഉത്തരം പറഞ്ഞല്ലോ. എനിക്കിതൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടില്ല. പക്ഷേ എന്നെ സംബന്ധിച്ച് അത് വലിയ ബുദ്ധിമുട്ടായിരുന്നു. നീ ആശുപത്രിയില് നല്ല സമ്മർദ്ദം അനുഭവിച്ചു കാണും, ഉറപ്പാ. ഒരു കാര്യം ഉറപ്പാ, അമ്മ തീരെ വയ്യാതെയാ ഹോസ്പിറ്റലിലേക്ക് പോയത്. പക്ഷേ താൻ കൂടെ വന്ന് പരിചരിച്ചപ്പോ ഒറ്റ ദിവസം കൊണ്ട് തന്നെ ആള് നോർമലായി. എടി എങ്ങോട്ട് പോണ്ട, അവിടെ മെഡിസിൻ ഒന്നും ഇല്ലല്ലോ. അതെന്താ കാര്യം? ജാനകി ഡോക്ടർ ബന്ധുവാ, അവര് തമ്മിൽ സംസാരിക്കുന്ന ഞാൻ കേട്ടു. പേഷ്യന്റിന് ഒരു അസുഖവും ഇല്ല, ചെറിയ BP മറ്റോ ആയിട്ട് വന്നതാ. അവരുടെ വീട്ടിൽ എന്തൊക്കെയോ പ്രശ്നം. അവിടെ നിന്ന് മാറി നിൽക്കാൻ വേണ്ടി ഇവിടെ വന്ന് കിടക്കും. താനിതിപ്പോ ആലോചിച്ച്? ഏയ് ഒന്നുമില്ല. അമ്മയ്ക്ക് അസുഖമൊന്നുമില്ലാന്ന് തോന്നുന്നുണ്ടോ? എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാവാതെ ആരെങ്കിലും ആശുപത്രിയിൽ വെറുതെ ചെന്ന് കിടക്കില്ലല്ലോ. അത് പറയണ്ട, എന്റെ അമ്മയല്ലേ ആള്, നമുക്ക് നഷ്ടപ്പെട്ടു. നാടൻ ഭാഷ പറയുന്ന പോലെ അതിന്റെ വാട്ടവും പലിശയും തീർത്ത് ഇന്ന് നമ്മൾ സന്തോഷിക്കും. പിരിഞ്ഞു നിന്നെന്റെ വിഷമെല്ലാം ഇന്ന് നമ്മൾ തീർക്കും. ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. ഇന്ന് നമ്മൾ ഉറങ്ങുന്നില്ല. പിരിഞ്ഞപ്പോഴാണ് മനസ്സിലായത് നമുക്കൊരിക്കലും പിരിയാൻ പറ്റില്ലെന്ന്. സത്യം. തനിക്കും തോന്നിയോ? തോന്നി. ഏത് സങ്കടത്തിനും ഒരു സന്തോഷം ഉണ്ടാവും. ഇനിയുള്ള നിമിഷങ്ങൾ നമ്മുടേതാ. ഞാനും
എന്റെ രാജകുമാരിയും മാത്രമുള്ള നിമിഷങ്ങൾ. നന്ദ, ഒരു പ്രധാനപ്പെട്ട ചടങ്ങ് നടക്കുന്ന ദിവസമായിട്ട് നീ ഇങ്ങനെ മുറിയടച്ച് ഇവളെയും കൊഞ്ചിച്ചോണ്ട് നിൽക്കുകയാണോ? ദാ, ആശ്രമത്തിൽ നിന്ന് തിരുമേനി തന്നതാ. ഇതിൽ എഴുതിയിരിക്കുന്നതൊക്കെ നീ പെട്ടെന്ന് ഇന്ന് വാങ്ങിക്കൊണ്ട് വരണം. തിരുമേനി വീട്ടിൽ വരൂ, ഞാൻ അനുഭവിക്കണം. അതെന്താ ഇപ്പൊ പോയാ? അമ്മ ഇത് വേണ്ട നന്ദു, ചടങ്ങിന്റെ കാര്യങ്ങള് നീട്ടിവെക്കാൻ പാടില്ല. പെട്ടെന്ന് തന്നെ സാധനങ്ങൾ വാങ്ങിക്ക്. ഒരു കാര്യം ചെയ്യാം, ഞാനും വരാം. ഓക്കെ, എന്നാ നീ പെട്ടെന്ന് റെഡിയാവും. ഇത്രയും സാധനങ്ങൾ വാങ്ങാൻ എന്തിനാ രണ്ടുപേര് പോകുന്നത്? നീ പോയിട്ട് വാ. ദേവിക്ക് ഇവിടെ ജോലിയുണ്ട്, ഇവിടെ ഒരുക്കണം. അമ്മ അത് അത് ശരിയാ. എങ്കിൽ നന്ദു പോയിട്ട് വാ. ഈ വീടൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കണം. ഒരുപാട് പണികളുണ്ട്. പോയിട്ട് വാ, ചെല്ല. പെട്ടെന്ന് വേണം. ചെല്ല് നന്ദു, വെറുതെ ആന്റി ദേഷ്യം പിടിപ്പിക്കണ്ട. കുറച്ച് കഴിയട്ടെ. ഇന്നത്തെ രാത്രി കുറെ സംസാരിക്കാനുള്ളതല്ലേ, പറയുന്നതനുസരിക്ക്. ചെല്ല് നന്ദു. ശരി, പോയിട്ട് വരാം. നന്ദ, ലിസ്റ്റിൽ ഇല്ലാത്ത കുറച്ച് സാധനങ്ങളും കൂടിയുണ്ട്. ഞാൻ നിനക്ക് വാട്സപ്പ് ചെയ്തേക്കാം. ശരി അമ്മ. ദേവിക, ആശ്രമത്തിൽ നിന്ന് സ്വാമി പറഞ്ഞിരുന്നു ബ്രഹ്മദത്തൻ തിരുമേനി വരുമ്പോ എല്ലാവരുടെയും ജാതകം ഇവിടെ ഉണ്ടാവണമെന്ന്. അദ്ദേഹം ജാതകങ്ങളൊക്കെ നോക്കുന്നുണ്ട്. അത് നല്ല കാര്യമല്ലേ ആന്റി? പക്ഷേ ദേവികയുടെ ജാതകം വീട്ടിലല്ലേ? അതെ. നീ പോയി നിന്റെ ജാതകം എടുത്തോണ്ട് വരണം. എന്താ നീ ആലോചിക്കുന്നത്? താല്പര്യമില്ലെങ്കിൽ വേണ്ട. കുടുംബാംഗങ്ങളുടെ എല്ലാം ജാതകം നോക്കണമെന്ന് തിരുമേനി പറഞ്ഞിരുന്നു. ഞാൻ എടുത്തിട്ട് വരാം. ആന്റി കുറച്ച് നേരത്തെ പറഞ്ഞിരുന്നെങ്കിൽ നന്ദുന്റെ കൂടെ പോവായിരുന്നു. ഞാൻ ഇപ്പോഴാ അത് ഓർത്തത്. സമയം കളയണ്ട, പെട്ടെന്ന് പോയിട്ട് വാ. നിന്റെ ജാതകത്തിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഏയ് ഇല്ല. പിന്നെന്താ പോകാനൊരു മടി പോലെ? ഏയ് ഒന്നുമില്ല. എനിക്ക് മനസ്സിലായി.
ഇനി ജാതകത്തിന്റെ പേരിൽ അമ്മ എന്തെങ്കിലും ചെയ്യുമെന്നൊരു പേടിയുണ്ടല്ലേ? ഇല്ല, എന്റെയും നന്ദുവിന്റെയും ജാതകം അമ്മ ഇവിടെ വീട്ടിൽ നോക്കിയിട്ടുള്ളതാ. ഒരു കുഴപ്പമില്ല. അപ്പൊ പേടിക്കാനൊന്നുമില്ലല്ലോ. ബ്രഹ്മദത്തൻ തിരുമേനി നിങ്ങളുടെ വിവാഹം നടന്നത് നല്ലതിനാണെന്നേ പറയൂ. അത്രയ്ക്ക് പവർഫുൾ ആയ പണ്ഡിതനാ അദ്ദേഹം. ആര് നോക്കിയാലും അദ്ദേഹത്തെ ഒരു രീതിയിൽ സ്വാധീനിക്കാൻ കഴിയില്ല. പോയിട്ട് വാ. ഇപ്പൊ തന്നെ ഇറങ്ങാം. ശരി. ആ മണിയൻ ചേട്ടാ, ഞാൻ വീട്ടിലുണ്ട്. താലൂക്ക് ആശുപത്രിയിലേക്കല്ലേ? വിളിച്ചാൽ മതി. ശരി, ഓക്കെ. നീ ഇതെങ്ങോട്ടാ? മാർക്കറ്റ് വരെ ഒന്ന് പോവാ. കുറച്ച് പൂവും പൂജാ സാധനമൊക്കെ മേടിക്കണം. നീ വരുന്നുണ്ടോ? ഇല്ല, എനിക്കൊരു മെഡിക്കൽ ഉണ്ട്, ജീവിച്ചു പോണ്ടേ. അല്ല, എന്താ പൂവും പൂജാ സാധനങ്ങളൊക്കെ? എന്താ വിശേഷം? ആശ്രമത്തിൽ നിന്ന് ബ്രഹ്മദത്തൻ തിരുമേനി വീട്ടിൽ വരുന്നുണ്ട്. ആഹാ, അത് കൊള്ളാലോ. വീട്ടിലെ പ്രശ്നങ്ങളും ദോഷങ്ങളും ഒക്കെ മാറ്റാൻ വേണ്ടി അമ്മ ആശ്രമത്തിൽ നിന്ന് വിളിച്ചതാ. ഇന്ന് വൈകുന്നേരം അദ്ദേഹം വരും. ദേവി നല്ല സന്തോഷത്തില. എന്തായാലും തിരുമേനി വന്ന് നോക്കട്ടെ, അദ്ദേഹം എന്താ പറയുന്നത് കേൾക്കാലോ. അല്ല, ഈ പ്രഭാന്റിക്ക് എന്താ പെട്ടെന്ന് ബ്രഹ്മദത്തൻ തിരുമേനിയെ കൊണ്ടുവരണമെന്നൊരു തോന്നല്? അല്ല, ആശുപത്രി കിടക്കല്ലായിരുന്നോ? അതൊക്കെ കൂട്ടിക്കൊണ്ടാവും മുരളി. അച്ഛൻ കിടപ്പില്ല, അമ്മയെ ആശുപത്രിയിലായി. ഒക്കെ ആയപ്പോ ഒരു ആത്മീയ ചിന്ത വന്നതാണ്. എന്തായാലും കാര്യങ്ങൾ നന്നാവട്ടെ. നീ വരുന്നില്ലല്ലോ, ഞാൻ പോട്ടെ. ശരി. കുഞ്ഞെ, ചായ. ആശുപത്രിയിലെ വിശേഷമൊന്നും പറഞ്ഞില്ലല്ലോ. ആശുപത്രിയിൽ അങ്ങനെ പ്രത്യേകിച്ച് വിശേഷമൊന്നുമില്ല. കുഞ്ഞിനിപ്പോ എങ്ങനെയുണ്ട്? കണ്ടിട്ട് എങ്ങനെ തോന്നുന്നു? അത് കണ്ടിട്ട് വലിയ കുഴപ്പം തോന്നുന്നില്ല അല്ലേ? അയ്യോ, അങ്ങനെയല്ല. കുഞ്ഞ് ആരോഗ്യം ശ്രദ്ധിക്കണം. ശ്രദ്ധിച്ചോളാം. ഞാൻ കുഞ്ഞിനോടൊരു കാര്യം പറയട്ടെ? പറയാൻ തുടങ്ങുന്ന കാര്യം എനിക്ക് ഇഷ്ടപ്പെടുന്നതാണോ? അത് ഇഷ്ടപ്പെടാത്തതാണ് അല്ലേ? മനസ്സിലായി, പറയണ്ട. നിനക്കും ഇവിടെ ഉള്ളവർക്കും ഇപ്പൊ പറയാനുള്ളത് അവളുടെ കാര്യമായിരിക്കും, ശരിയല്ലേ? ആ ദേവികയ്ക്ക് വിഷമം വരുന്ന കാര്യങ്ങൾ ചെയ്യരുതെന്ന് പറയണമെന്നുണ്ട് നിനക്ക്, ഇല്ലേ? ചോദിച്ചതിന് ഉത്തരം പറ. അങ്ങനെയൊന്നും അല്ല. ഈ വീട്ടിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കാണെന്ന് നാട്ടുകാരൊക്കെ അറിഞ്ഞ അതെല്ലാവർക്കും ഒരു ക്ഷീണമായിരിക്കും. ഇവിടെ ആരോട് വഴക്ക് കൂടി? അല്ല, കുഞ്ഞും ദേവിക കുഞ്ഞും തമ്മില്. അയ്യോ കുഞ്ഞ്, വേണ്ട. നീ എന്താ പറഞ്ഞേ? ഞാനും അവളും കൂടി വഴക്കാണെന്നോ? എവിടുന്നോ വലിഞ്ഞു കയറി വന്ന ഒരു പെണ്ണിനോട് ഞാൻ വഴക്ക് കൂടുന്നെന്ന് പറഞ്ഞാൽ എനിക്കും അവൾക്ക് ഒരേ വിലയാണെന്നല്ലേ? അയ്യോ കുഞ്ഞ്, ഞാനതൊന്നും ഉദ്ദേശിച്ചില്ല. നീ പ്രത്യേകിച്ച് ഒന്നും ഉദ്ദേശിക്കണ്ട. അർത്ഥം അതാണെന്നും വ്യക്തമാണ്. അല്ല, അത് പിന്നെ ഞാൻ ഇനി ഒരിക്കൽ കൂടി ഇതുപോലുള്ള വിടുവായത്തം പറഞ്ഞ നിന്റെ പല്ല് ഞാൻ അടിച്ചു കൊഴിക്കും. ഈ വീട്ടിൽ അവളുടെ അവസാന ദിവസങ്ങളാണ് ഇപ്പൊ നടക്കുന്നത്. നീ പറഞ്ഞില്ലേ ദേവിക മോള്, ആ മോളിനി അധിക ദിവസം ഇവിടെ കാണില്ല. മുങ്ങിത്താഴുമ്പോഴുള്ള നിലവിളിയില്ലേ, അതാ അവള് വിളിക്കുന്നേ. അതിനെയാ നീ വഴക്കെന്ന് പറഞ്ഞേ. കുഞ്ഞ്, വേണ്ട, കൂടുതൽ സംസാരിക്കാൻ എനിക്ക് താല്പര്യമില്ല.
ഞാൻ വരയ്ക്കുന്ന വരയ്ക്കപ്പുറം കടന്ന് എന്റെ തലയ്ക്ക് നേരെ കുരച്ചാൽ അതാരായാലും അധിക നാൾ വാഴില്ല. പോയ്ക്കോ. ശാരി, ദാ വരുന്നമ്മേ. വെറുതെ വിളിച്ച് ബഹളം വെക്കുന്നതാ, ഒരു കാര്യം ഉണ്ടാവില്ല. എടി ചേച്ചി, നീ എപ്പോഴാ വന്നേ? ഈ വാതിൽ ഇങ്ങനെ തുറന്നിട്ടിട്ട് അകത്ത് കയറി ഇരിക്കരുതെന്ന് പറഞ്ഞ കേക്കില്ല. തുടങ്ങി. എന്താടി? അത് മറന്നുപോയതാ. നിന്റെ മറവിത്തിരി കൂടുതലാ. എന്നെ ക്വസ്റ്റ്യൻ ചെയ്യാനാണോ ഒരു മുന്നറിയിപ്പും ഇല്ലാതെ വന്നത്? എടി, വല്ല കള്ളന്മാര് വന്ന് കേറി അറിയില്ലല്ലോ. ശരി, ഇനി ആവർത്തിക്കില്ല, പോരെ? പിന്നെ കാര്യങ്ങളൊക്കെ ഗംഭീരമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ടല്ലോ അല്ലേ? ഫസ്റ്റ് നൈറ്റ് കൊളായി, സാരമില്ല. സെക്കൻഡ് നൈറ്റിന്റെ അന്ന് ഹോസ്പിറ്റൽ ഡ്യൂട്ടിയിലായിരുന്നു മോളെ. ആന്റിയുടെ കൂടെ ബൈസ്റ്റാൻഡർ ആയിട്ട് എനിക്ക് ജോലി കിട്ടി. അപ്പൊ അതും ആ തള്ള മുടക്കിയല്ലേ? അങ്ങനെയൊന്നും പറയല്ലേ. അമ്മ എവിടെ? എടി ശാരി. ആ ഈ പെണ്ണിനെ എത്ര പറഞ്ഞാലും വിളിച്ചാലും വരില്ല. ഇവിടെ ഒന്ന് തുടച്ചിടാൻ പറഞ്ഞിട്ട് എത്ര നേരായി. ദേവിമോളോട് പറയണം ഇവക്കൊരനുസരണ ഇല്ലാന്ന്. വേണ്ട വേണ്ട, അങ്ങോട്ട് മാറി നിക്ക. കൈവണ്ടി. അമ്മയുടെ പൊന്നുമോളായിരുന്നോ? കണ്ടോ കണ്ടോ, കെട്ടിച്ചു വിട്ടതിനോടും കെട്ടിക്കാനുള്ളതിനോടുള്ള തരംതിരിവ്. ഒന്നും മിണ്ടായിരേടി. എന്താ മോളെ പെട്ടെന്ന്? ആ, അത് ശരി. എനിക്ക് എന്റെ വീട്ടിൽ വരണമെന്നുണ്ടെങ്കിൽ വിളിച്ചു പറഞ്ഞ അനുവാദം വാങ്ങിക്കണോ? അതല്ല, എന്തോ അത്യാവശ്യമായിട്ട് വന്നതുപോലെ ഉണ്ടല്ലോ. നന്ദന കൂട്ടിയില്ലേ? ഇല്ല. അത്യാവശ്യം അമ്മേ. എന്റെ ജാതകം വേണം. അത് വാങ്ങാനായിട്ടാ ഞാനിപ്പോ പെട്ടെന്ന് വന്നേ. എന്തിനാ ഇപ്പൊ ജാതകം? ഇന്നവിടെ വീട്ടില് ബ്രഹ്മദത്തൻ തിരുമേനി വരുന്നുണ്ട്. ആണോ? പ്രഭാന്റെ 2 ദിവസം ആശുപത്രിയിലായിരുന്നല്ലോ. ഷോ, അത് ചോദിച്ചില്ലല്ലോ. എങ്ങനെയുണ്ട് ഇപ്പൊ അവർക്ക്? എന്റെ അമ്മേ, അതല്ല അവരുടെ അഭിനയമല്ലേ. വല്ല സിനിമയിലും ചാൻസ് കിട്ടിയാ പൊളിക്കും അവര്. മിണ്ടതിരിക്കടി. അമ്മായിയമ്മേ പറഞ്ഞപ്പോ ഇഷ്ടപ്പെട്ടില്ല. രാവിലെ എന്റെ ആശ്രമത്തിൽ പോയി ബ്രഹ്മദത്തൻ തിരുമേനി കണ്ടുന്നാ പറഞ്ഞത്. പൂജയൊക്കെ നടത്താൻ തിരുമേനി വൈകിട്ട് വീട്ടിൽ വരുന്നുണ്ട്. അല്ല, അതിന് ജാതകം എന്തിനാ? വീട്ടിലെല്ലാവരുടെയും ജാതകം തിരുമേനി നോക്കുന്നുണ്ട്. ദോഷങ്ങൾ എന്തെങ്കിലും ഉണ്ടോന്ന് അറിയാനാ. എന്നിട്ട് പരിഹാരക്രിയകൾ ചെയ്യണം. നിന്റെ ജാതകത്തിൽ ഒരു ദോഷവും ഇല്ല. നന്ദന്റെ ജാതകവുമായി ഞാൻ മുമ്പൊരു ജ്യോത്സ്യനെ കാണിച്ചിരുന്നതല്ലേ. വളരെ ഉത്തമമായ പൊരുത്താ. ഇത്രയും ചേർച്ചയുള്ള ജാതകം അപൂർവമായിട്ടേ അദ്ദേഹം കണ്ടിട്ടുള്ളൂ എന്നും പറഞ്ഞു. 10 10 പൊരുത്തമുണ്ടെന്നാ പറഞ്ഞത്. ഇതിപ്പോ പൊരുത്തം നോക്കാനൊന്നും അല്ലല്ലോ. എല്ലാവരുടെയും ജാതകം നോക്കുന്ന കൂട്ടത്തിൽ എന്റെ ജാതകം കൂടി നോക്കുന്നു, അത്രേ ഉള്ളൂ. ബ്രഹ്മദത്തൻ തിരുമേനി നിങ്ങളുടെ ജാതകം നോക്കി പറഞ്ഞ പിന്നെ നന്ദന്റെ അമ്മ ഒരെതിർപ്പും പറയില്ല. എല്ലാം നല്ലതിനായിരിക്കും. ആ, ഞാൻ ജാതകം എടുത്തു വെക്കട്ടെ. പൂജാമുറിയിലെ മറ്റാണെന്ന് തോന്നുന്നു. അല്ലേ ചേച്ചി, ഈ പ്രഭാവതി അമ്മയ്ക്ക് ശരിക്കും അറ്റാക്ക് വന്നതാണോ? അല്ല, ആശുപത്രി കിടന്ന ആള് ഓടിച്ചാടി ആശ്രമത്തിൽ പോകുന്നു, പൂജയ്ക്ക് പ്ലാൻ ചെയ്യുന്നു. എന്തോ കുഴപ്പമുണ്ടല്ലോ. നീ എന്താടി ഒന്നും മിണ്ടാത്തെ? നിന്റെ ഫസ്റ്റ് നൈറ്റും സെക്കൻഡ് നൈറ്റ് കൊളാക്കാൻ ആ തള്ള ശരിക്കും നെഞ്ചുവേദന അഭിനയിച്ചതാണോ? ഏയ്, അങ്ങനെയൊന്നും ആരും ചെയ്യില്ല. എനിക്ക് വിശ്വാസമില്ല. അല്ല, അച്ഛനെവിടെ? അച്ഛൻ ആരെയോ കാണാൻ പോയിരിക്കുക. ആരെ? ആ, ഏതോ ദിവ്യനാണെന്നാ അച്ഛന്റെ പറച്ചില് കേട്ടപ്പോ തോന്നിയത്. പണ്ടൊക്കെ അച്ഛൻ ദിവ്യൻ എന്ന് പറയുന്നത് കാർത്തികേയനല്ലേ. ഇപ്പൊ അയാള് ജയിലിലല്ലേ.
സുഭാഷേ, എന്താടാ? അവിടെ മുട്ടൻ അടി കിടക്കുന്നു. ആര്? നമ്മുടെ കാർത്തി അണ്ണനുമായിട്ട്. കാർത്തിയാണോ? ആണോ? എന്താണ് പ്രശ്നം? പറ, എന്താ പറ്റിയത്? 2 ദിവസമായിട്ട് ഇവന്റെ ചൊറിച്ചില്, ഒരു കളിയാക്കല്. ഒരു പെണ്ണിനെ ജയിക്കാൻ പറ്റില്ലെന്നും ഒരു പെണ്ണാണ് എന്നെ ജയിലിൽ കയറ്റിയെന്നും പറഞ്ഞൊരു പരിഹാസം. ഞാൻ സത്യമല്ലേ പറഞ്ഞത്? നീ അവളെ കൊന്നിട്ട് വന്നിരുന്നെങ്കിൽ നിന്നെ ഞാൻ പോയിട്ട് പൂജിക്കുമായിരുന്നു. ഒരു പെണ്ണിന്റെ മുന്നിൽ തോറ്റിട്ട് വന്നിരിക്കുന്നു. ഇവിടെ പോടാ, അങ്ങോട്ട് പോയില്ലേനോ? കാഴ്ചാണോ നിൽക്കുവല്ലാണോ? പോടാ, പോവാൻ. ഇവിടെ പോടാ അങ്ങോട്ട്. അണ്ണാ പോട്ടണ്ണ, വിട്. അവൻ എന്തോ പറഞ്ഞതിന്റെ പേരിൽ സ്വന്തം തള്ളെ കുത്തുകൊന്നവനാ. അതിന്റെ ഒരു ബസ്സിൽ പിടുത്ത പോട്ടണ്ണ. അണ്ണാ പെണ്ണിന്റെ രസം വിട്ടുകളാ. വിട്ടുകളയാനോ? എടാ, ജയിലിൽ നിന്ന് പുറത്തിറങ്ങുന്ന ദിവസത്തിന് വേണ്ടി കാത്തിരിക്കാണോ സുഭാഷ ഞാൻ? എന്നെ ജയിലിൽ അടച്ചവളുടെ ജീവിതം ഞാൻ തൊലയ്ക്കും. പിന്നെ ജീവൻ ബാക്കിയുണ്ടെങ്കിൽ അവൾ എന്റെ കൂടെ ആയിരിക്കും ഇനിയുള്ള കാലം ജീവിക്കാൻ പോകുന്നത്.